ഹായ്, നല്ല നമസ്കാരം. സി ബി മുളനിക്കാടാണ്. സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു അൺബോക്സിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നല്ല, രണ്ട് അൺബോക്സിങ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഈ നോട്ടും കോയിൻസും ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇങ്ങനെയാണ് കിട്ടുന്നത്. നമ്മുടെ ഒരുപാട് ആളുകൾ, ഞാനൊരു 15 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്, ഒരുപാട് പരിചയക്കാരുണ്ട്. അപ്പോൾ അവിടെ വരുന്ന സ്പെയർ നോട്ടുകൾ, കോയിനുകളൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. അങ്ങനെ വന്നൊരു പാക്കറ്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഈ കാണുന്ന ഒരു നോട്ട് പോലും ഇന്ന് പ്രസൻ്റ്ലി ഉപയോഗത്തിൽ ഉള്ളതല്ല. അതായത് ഇന്ന് ഒരു രാജ്യങ്ങളിലും ഉപയോഗിക്കാൻ പറ്റാത്ത കളക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള നോട്ടുകളാണ് കൂടുതലായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറുന്നത്. ഇത് UK-യുടെ 50 pence ആണ്. ഓരോന്നോരോന്നായിട്ട് വേണമെങ്കിൽ പറഞ്ഞു പോകാം, കാണിക്കാൻ പറ്റുന്ന അത്രയും. ഇത് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ഇത് ഐസ്ലൻഡിൻ്റെ കോയിനാണ്. ഐസ്ലൻഡ്. ഇത് ലിത്വാനിയയുടെ ഒരു കോയിനാണ്. അപ്പോൾ ഇങ്ങനെ നാണയങ്ങൾ സാധാരണ ഒരുപാടായിട്ട് കിട്ടും. കാരണം നാണയങ്ങൾക്കും ഇന്ത്യയിൽ എങ്ങനെ തന്നെ മാറാനുള്ള ഓപ്ഷൻ ഇല്ല, നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നാണയങ്ങൾ ഇന്ത്യയിലേക്ക് ആരെങ്കിലുമൊക്കെ ഫോറിൻ പോയിട്ട് വരുമ്പോൾ നാണയങ്ങൾ യൂസ് ഇല്ലാതെ കിടക്കുക, അങ്ങനെ കറങ്ങി തിരിഞ്ഞ് കളക്ടേഴ്സിൻ്റെ വരികയും ചെയ്യും. ഇത് ഗ്രീസിൻ്റെ പ്രീ യൂറോ നോട്ടാണ്. അതായത് യൂറോപ്യൻ യൂണിയനിൽ യൂറോ വരുന്നതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന നോട്ടാണ് ഈ കാണുന്നത്. അതിൻ്റെ കുറച്ച് പഴയ ഇഷ്യൂ ആണ് അടുത്തത്. ഇത് സ്ലൊവാക്യ എന്ന രാജ്യത്തിൻ്റെ നോട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്ലൊവാക്യ, സ്ലൊവേനിയ, ഇവരിപ്പോൾ യൂറോപ്യൻ യൂണിയനിലാണ്. സ്ലൊവാക്യയിൽ അപ്പോൾ ഈ ഒരു സിമ്പിൾ ഉണ്ടോ, ഒരു ഡബിൾ ക്രോസ്. അപ്പോൾ അത് പെട്ടെന്ന് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം അവരുടെ ലെറ്ററിങ്ങിലായിരിക്കും എഴുതിയിരിക്കുന്നത്. ഇത് എസ്പാൻ, അതായത് സ്പെയിനിൻ്റെ നോട്ടാണ് ഈ കാണുന്നത്. ഇതൊന്നും ഇപ്പോൾ ഉപയോഗത്തിലുള്ളതല്ല, കാരണം ഇവരെല്ലാം യൂറോ ഉപയോഗിക്കുന്ന രാജ്യങ്ങളാണ്. ഇറ്റലിയുടെ പഴയ ഹൈ വാല്യൂ നോട്ടുകളാണ് ഈ കാണുന്നത്. ഇതും ഇറ്റലിയുടെ ഒരു നോട്ടാണ്. ഇറ്റലിയുടെ നല്ലൊരു നോട്ടാണ്. ഒരു ഇറ്റ്സ് കളക്റ്റബിൾ ആയിട്ടൊരു നോട്ടാണ് കാണുന്നത്. ഇത് ഓസ്ട്രിയയുടെ നോട്ടാണ്. ഓസ്ട്രേലിയയല്ല, ഓസ്ട്രിയയുടെ നോട്ടാണ്. ഇതും ഇറ്റലിയുടെ വൺ ഓഫ് ദ ഹൈ ഡിനോമിനേഷൻ. 10,000 അല്ലെങ്കിൽ ലക്ഷം എന്നൊക്കെ പറയുന്ന വലിയ വാല്യൂയിലേക്ക് വരുന്നത്. ഇത് ലക്ഷത്തിൻ്റെ നോട്ടാണ്. ഇനിയും കുറച്ച് കോയിൻസ് ആണ്. ഇത് കാണാം. ഇത് സമോവയുടെ കോയിനാണ്. സമോവ എന്ന രാജ്യം കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. സമോവ. സെർബിയയുടെ കോയിൻസും ഇവിടെ കിട്ടാൻ പ്രയാസമാണ്. കാരണം ആരും അങ്ങനെ സെർബിയയിൽ പോയിട്ട് വരാറില്ല. അതും സെർബിയയുടെ തന്നെ കോയിനാണ്. അപ്പം അങ്ങനെ പല കോയിൻസും, അതൊക്കെ മുമ്പേ കാണിച്ച കോയിൻസ് ആയിട്ടാണ് ഓടിച്ചു പോകുന്നത്. ഇത് വളരെ റയറായിട്ടുള്ള കോയിനാണ്. മൗറിട്ടാനിയ, അതൊരു ആഫ്രിക്കൻ രാജ്യമാണ്. മൗറിട്ടാനിയയുടെ കോയിനാണ്. ക്ലാരിറ്റിയാ ഇപ്പോൾ കൃത്യമായിട്ട് കാണാൻ തോന്നുന്നു. ഇത് മൗറിട്ടാനിയ എന്ന ആഫ്രിക്കൻ രാജ്യത്തെ കോയിനാണ്. ക്യൂബയുടെ ബൈമെറ്റൽ കോയിനാണ്. ക്യൂബയുടെ 5 പൈസസിൻ്റെ ബൈമെറ്റൽ കോയിനാണ്. അതായത് 2 മെറ്റൽ, കുറച്ച് റയറായിട്ടുള്ള കോയിനാണ്. കിട്ടാൻ അത്യാവശ്യം നല്ല പ്രയാസമുള്ള കോയിനാണ് ക്യൂബയുടെ ബൈമെറ്റൽസ്. അതൊക്കെ ലിമിറ്റഡ് ഇഷ്യൂ ആണ്. അങ്ങനെ കുറച്ച് കോയിൻസ് ആണ്. ഇപ്പോൾ ഓരോന്നായിട്ട് പോയി നമുക്ക് ഒരുപാട് ടൈം എടുക്കും. ഇനി മറ്റൊരു പാക്കറ്റിലേക്ക് കിടക്കുകയാണ്. ഇത് വേറൊരു ആളുടെ നിന്ന് കളക്ട് ചെയ്തൊരു പാക്കറ്റാണ്. അപ്പോൾ ആ പാക്കറ്റിലുള്ള നോട്ടുകളെല്ലാം തന്നെ ഇങ്ങനെയുള്ള വിൻറ്റേജ് നോട്ട്സാണ്. പോർച്ചുഗലിൻ്റെ നോട്ട്, പോർച്ചുഗലിൻ്റെ പഴയത്. അതുപോലെ തന്നെ അടുത്തായിട്ട് കാണുന്ന എത്യോപ്യയുടെ നോട്ടാണ്. എത്യോപ്യയുടെ ഒരു നല്ല UNC നോട്ട്. ഇതൊരു സൈപ്രസിൻ്റെ നോട്ടാണ്. സൈപ്രസിൻ്റെ ചാടിപ്പോയി. ഇത് ന്യൂസിലൻഡിൻ്റെ പോളിമർ നോട്ടാണ്. പ്ലാസ്റ്റിക് നോട്ടാണ്. അതായത് ന്യൂസിലൻഡ്, ഓസ്ട്രേലിയയൊക്കെ പോളിമർ നോട്ട്സ് ഉപയോഗിക്കുന്ന രാജ്യമാണ്. പ്ലാസ്റ്റിക് 5 ആണ്. ഇത് ബെൽജിയത്തിൻ്റെ നോട്ടാണ്. തായ്ലൻഡിൻ്റെ പഴയ നോട്ട്. ഫ്രാൻസിൻ്റെ പഴയ നോട്ട്. ഇത് ആഫ്രിക്കൻ കൺട്രിയുടെ ലെറ്റേഴ്സ് വെച്ച്, അത് C ആണ്. അതാണ് കണ്ടുപിടിക്കണം ഏത് രാജ്യമാണ്. ഇത് ജിബ്രാട്ടലിൻ്റെ നോട്ട്. അതൊരു അൺസർക്കുലേറ്റഡ് ആണ്. UNC കണ്ടീഷനാണ്. നമുക്കിങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ അറിയാം, മടക്കോ ചുളുക്കോ ഒന്നും ഇല്ലാതെ കിട്ടുന്ന അൺസർക്കുലേറ്റഡ്. ഇത് ഹൈത്തി എന്ന രാജ്യത്തിൻ്റെ പഴയ ഇഷ്യൂ ആണ്. അതിരാവിലെ ഇടി വെട്ടുന്ന മോറീഷ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള നോട്ടാണ് കേട്ടോ. ഉഗാണ്ടയുടെ ഈദി അമീൻ്റെ കഥയൊക്കെ നമ്മൾ സഞ്ചാരം TV അല്ലെങ്കിൽ സഫാരി ചാനലിലൂടെ കണ്ടു കാണാം. മനുഷ്യനെ കൊന്നു തിന്നിരുന്ന മനുഷ്യൻ, ഉഗാണ്ടയുടെ സ്വേച്ഛാധിപതി, ഇന്ത്യക്കാരെ പുറത്താക്കി, ഒരുപാട് പേരുകളുണ്ട് അദ്ദേഹത്തിന്. ഇത് കേമാൻ ഐലൻഡിൻ്റെ ആദ്യത്തെ ഒരു ഇഷ്യൂ ആണ്. സൊമാലിയ, ഗ്രീസ്, ടുണീഷ്യ, ഇത് സൊമാലിയ, ഇത് ചെക്കോസ്ലോവാക്യ. ഇപ്പം ചെക്ക് റിപ്പബ്ലിക് വേറെ, സ്ലോവാക്യ റിപ്പബ്ലിക് വേറെയാണ്. ഇത് പണ്ട് ഒന്നായിരുന്ന സമയത്ത് ഒന്നിച്ചുള്ള നോട്ടാണിത്. ഇത് ഓസ്ട്രിയയുടെ നോട്ടാണ്. ഈ കാണുന്ന ബർമുഡ. താങ്ക് യു.